പേര് അൽഫോൺസ. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ വെട്ടുതുറ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഉടമ്പടി ജീവിതത്തിലൂടെ മാതാവും ഈശോയും എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന അനുഗ്രഹങ്ങളെപ്പറ്റി പറയുവാനാണ് ഞാൻ ഇവിടെ വന്ന് ഈ അൾത്താരയുടെ മുൻപിൽ വന്നു. എൻ്റെ ഭർത്താവാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. അതിലൂടെ എനിക്ക് കിട്ടിയ രോഗസൗഖ്യത്തെക്കുറിച്ച് പറയുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞങ്ങൾ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് 13/1/2023 ആദ്യമായി ഞാൻ വന്നപ്പോഴത്തേക്ക് എനിക്ക് അത്ര വലിയ വിശ്വാസമോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഏറ്റവും പുറകുവശത്താണ് പോയിരുന്നത്. അന്നേരത്ത് ഇവിടെ കുർബാന നടക്കുന്നുണ്ടായിരുന്നു. കുർബാന നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഈ കുർബാന എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ മതി, എനിക്കിവിടെ നിന്ന് ഇറങ്ങിപ്പോകണം എന്നുള്ളൊരു മൈൻഡായിരുന്നു. കുർബാന കഴിഞ്ഞ ഉടനെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ബാ നമുക്ക് പോവാം, പുറത്തുനിന്ന് പോയി ഫുഡ് കഴിക്കാം, എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് ഞാനങ്ങ് ഇറങ്ങിപ്പോയി. പോയതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വന്നിട്ട് ഫ്രണ്ടിലത്തെ ആ മാതാവിൻ്റെ അടുത്ത് നിന്നു. മാതാവിൻ്റെ അടുത്ത് നിന്ന് പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വരുവാനോ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുവാനോ അങ്ങനെ ഒന്നും തന്നെ തോന്നിയില്ല. അന്ന് ഇവിടെ നിന്ന് പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി എന്നുള്ള അസുഖമാണ് ഉള്ളത്, ഹൃദയ സംബന്ധമായ. അതിന് യാതൊരു ചികിത്സയോ ട്രീറ്റ്മെൻറ്റോ യാതൊന്നും തന്നെ ഇല്ല. അപ്പം അങ്ങനെ ഇരിക്കണ്ട എനിക്ക് പെട്ടെന്ന് അസുഖം മൂർച്ഛിക്കുകയുണ്ടായി. അപ്പം എനിക്ക് നേരത്തെ മുതൽ അറിയാവുന്നുള്ള കാര്യമാണ്, ട്രീറ്റ്മെൻറ്റ് ഇല്ല, ഹോസ്പിറ്റലിൽ പോയിട്ട് പ്രയോജനമൊന്നും ഇല്ല എന്ന്. അങ്ങനെ എനിക്ക് എന്തെങ്കിലും വയ്യായ്ക വരുമ്പോഴും ഞാൻ ആരോടും പറയാറില്ല. അന്നായപ്പോഴത്തേക്ക് എനിക്ക് ഒത്തിരിയും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു. ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, എന്നെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് ഒന്ന് കൊണ്ടുപോകുമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, രാവിലെ ആവട്ടെ നമുക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ രാവിലെ ആയപ്പം ജൂബിലി ഹോസ്പിറ്റലിൽ പോയി, തിരുവനന്തപുരം. അവിടെ പോയി കാർഡിയോളജിസ്റ്റിനെ കണ്ടു. പുള്ളി എനിക്ക് എക്കോയ്ക്കും ECGക്കും ഒക്കെ എഴുതി തന്നു. ഡോക്ടർ എന്നെ എക്കോയ്ക്ക് എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും എന്നെ നോക്കിയിട്ട് പറഞ്ഞു, എന്തിനാ ഈ ആശുപത്രി വന്നത്, വേറെ ഏതെങ്കിലും ആശുപത്രി പോയിക്കൂടായിരുന്നോ എന്ന്. അപ്പം ഞാൻ ചോദിച്ചു, എന്നാ ഡോക്ടറെ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഒന്നുമില്ല, വേറെ ഏതെങ്കിലും ആശുപത്രി പോയാൽ മതിയായിരുന്നു എന്ന്, ശ്രീചിത്രയിലോ വല്ലോടോ നോക്കാൻ പാടില്ലായിരുന്നോ എന്ന് ചോദിച്ചു. അങ്ങനെ മെയിൻ ഡോക്ടർ വന്നു. അവർ രണ്ടുപേരും തമ്മിൽ ഡിസ്കസ് ചെയ്യുന്ന കേട്ടപ്പോഴത്തേക്കിനും എനിക്ക് ഏതാണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി, എനിക്ക് ഇച്ചിരി കൂടുതലാണ്. അങ്ങനെ തിരിച്ച് ഡോക്ടർ പറഞ്ഞു, അൽഫോൺസ് എൻ്റെ ക്യാബിനിലോട്ട് വാ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അങ്ങനെ ഡോക്ടറിൻ്റെ ക്യാബിനിലോട്ട് ഞാനും ഹസ്ബൻഡും കൂടെ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അൽഫോൺസ് പറയുന്നത് കൊണ്ട് ഒരു വിഷമവും തോന്നരുത്, അൽഫോൺസ് ഇച്ചിരി ക്രിട്ടിക്കലാണ്, ഇതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, അത് അൽഫോൺസയ്ക്ക് അറിയാമെന്നുള്ള കാര്യമാണല്ലോ. പക്ഷേ എനിക്കിത് മുൻപേ കേട്ടപ്പോഴും എനിക്കിത്രയും വിഷമം തോന്നില്ല. കാര്യം എൻ്റെ ജീവിത പങ്കാളി എൻ്റെ അടുത്തുണ്ടായിരുന്നു ഡോക്ടർ അത് പറഞ്ഞപ്പോൾ. മറ്റേത് എൻ്റെ പ്രഗ്നൻസി സമയത്തൊക്കെ പറഞ്ഞപ്പോഴും എനിക്ക് അത്രയും വിഷമമോ സങ്കടമോ ഒന്നും തോന്നില്ല. പക്ഷേ ഇത് പുള്ളിക്കാരൻ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞപ്പോഴത്തേക്കിന് ഡോക്ടർ പറഞ്ഞു, വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അൽഫോൺസേ, കാര്യങ്ങളുടെ ഗൗരവം അൽഫോൺസ മനസ്സിലാക്കണം, അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, കുറച്ച് ടാബ്ലറ്റ്സ് ഒക്കെ എഴുതി തന്നു. അത് കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു, ഒരു കുഞ്ഞ് ഗ്ലാസ് എടുത്ത് കാണിച്ചേച്ച് പറഞ്ഞു, 4 ഗ്ലാസ് വെള്ളത്തിൽ കൂടുതൽ കുടിക്കരുത്, 10 മിനിറ്റിൽ കൂടുതൽ നിൽക്കരുത്, നടക്കരുത്, ഒരുപാട് കരയരുത്, ടെൻഷൻ അടിക്കരുത്, അങ്ങനെ ഒത്തിരിയും കാര്യം, ഫുഡിലായിരുന്നാലും ഒത്തിരിയും കാര്യങ്ങൾ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതെല്ലാം കണ്ടിന്യൂ ചെയ്യണം അൽഫോൺസ ചിലപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും, പെട്ടെന്ന് തലകറക്കം പോലും ആയിരിക്കും വരുന്നത്, പക്ഷേ അത് അൽഫോൺസയുടെ മരണമാണ്, പെട്ടെന്ന് മരണം സംഭവിക്കും അൽഫോൺസയ്ക്ക് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അൽഫോൺസ ഒരു കാര്യം ചെയ്യും, ഞാൻ ചിത്രയിലേക്ക് റെഫറൻസ് ചെയ്യാം, അവിടെ പോകുമ്പോഴത്തേക്കിനും എന്തായാലും അവർ എന്തെങ്കിലും വിദേശത്ത് നിന്ന് മരുന്നോ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. അപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ ഇപ്പോൾ റെഫറൻസ് ലെറ്റർ എഴുതണ്ട, ഞാനൊന്ന് കൃപാസനം വരെ പോയിട്ട് വരട്ടെ. അപ്പോൾ ഡോക്ടർ എന്നോട് ഷൗട്ട് ചെയ്തിട്ട് ചോദിച്ചു, കൊച്ചി നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ, നിന്നോടല്ലേ പറഞ്ഞത് നിൻ്റെ അവസ്ഥ അത്രയും മോശമാണെന്ന്, ഇവിടെ നീയും ഞാനും ഈ നേഴ്സും കൂടെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചാൽ അവിടെ ഈശോയുണ്ട്, അല്ലാതെ നീ ഈ തിക്കിലും തിരക്കിലും എവിടെ പോവാനാ, നിൻ്റെ അടുത്തല്ലേ പറഞ്ഞത് നിൻ്റെ അവസ്ഥ ഇത്രയും മോശമാണ്, പോകാൻ പറ്റത്തില്ല എന്ന്. അപ്പോൾ ഞാൻ എന്തായാലും ഡോക്ടറെ എൻ്റെ ഒരു ആഗ്രഹമാണ്, ഞാൻ പോയേച്ചും വരാം. അങ്ങനെ ഞങ്ങൾ 31-ാം തീയതി ഇവിടെ വരികയാണ്. ഉടമ്പടി എന്താണെന്നോ ഉടമ്പടിയുടെ പ്രാധാന്യം എന്താണെന്നോ ഉടമ്പടിക്ക് മുന്നേ ഒരുങ്ങേണ്ടത് എങ്ങനെയാണെന്നോ ഒന്നും തന്നെ ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഇവിടെ വന്ന് രണ്ടുപേരും കൂടെ ഉടമ്പടി എടുക്കാമെന്നുള്ള ഇതിലാണ് ഞാനും ഹസ്ബൻഡും കൂടെ വന്നത്. അങ്ങനെ ഞങ്ങളിവിടെ 30/1/2023 വന്നു.
വന്നിട്ട് ഞാനും ഏട്ടനും കൂടെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കിനും എന്നേക്കാളും വേഗത്തിൽ എൻ്റെ ഹസ്ബൻഡ് ഫ്രണ്ടിൽ പോയി നിന്ന് ടോക്കൺ എടുത്തപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നു ഒരാൾക്ക് മാത്രമേ, ഭാര്യയ്ക്കും ഭർത്താവിനും ആണെങ്കിൽ ഒരാൾക്ക് മാത്രമേ ഉടമ്പടി എടുക്കാവൂ എന്ന്. അപ്പോൾ പുള്ളി തിരിഞ്ഞ് നിന്ന് എന്നെ നോക്കിയപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു, മാതാവ് നിയോഗിച്ച നിങ്ങളെയാണ്, നിങ്ങൾ തന്നെ ഉടമ്പടി എടുത്തേക്ക്. അങ്ങനെ പുള്ളി പോയി ഉടമ്പടിയൊക്കെ എടുത്തു, എല്ലാം ചെയ്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ ക്ലാസ് ഉണ്ടായിരുന്നല്ലോ, ക്ലാസ്സിലാണ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ 5 വർഷമായി കുമ്പസാരിച്ചിട്ട്. അങ്ങനെ പള്ളിയിൽ പോകത്തോ ഒന്നും തന്നെ ഇല്ലായിരുന്നു, കുടുംബ പ്രാർത്ഥനയോ ഒന്നും തന്നെ നടത്തത്തില്ല. എല്ലാത്തിനും ഞാനൊരു എക്സ്ക്യൂസ് കണ്ടുപിടിച്ച് എനിക്ക് വയ്യ എന്നുള്ളൊരു ഒരിതായിരുന്നു. എന്താ പള്ളിയിൽ പോകാത്തെ, അത് എനിക്ക് വയ്യാഞ്ഞിട്ടാണ് ഞാൻ പോവാത്തെ, അങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഏട്ടാ 5 വർഷമായില്ലേ കുമ്പസാരിച്ചിട്ട്, എന്തായാലും ഉടമ്പടി എടുക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ അത് നമ്മൾ പൂർണ്ണതയോടുകൂടി സ്റ്റാർട്ട് ചെയ്യണം. അതിന് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ പോയി കുമ്പസാരിച്ച് കുർബാനയെല്ലാം കൈക്കൊണ്ട് ഉടമ്പടിയിലോട്ട് കടന്നു. പിന്നെ ഉള്ള ഓരോ നിമിഷവും എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ ഈ ഹാർട്ടിൻ്റെ അസുഖത്തിൻ്റെ, അതായത് രാത്രിയൊന്നും എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല, അത്രമാത്രം ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഉറക്കമില്ലാതെ ഭയങ്കര ചുമയും കാര്യം, അതായത് ശരീരത്ത് ഫുള്ള് നീര് കെട്ടിയിട്ട് ലങ്സിലും നീര് കെട്ടും. അപ്പോഴത്തേക്കിനും നല്ല ചുമ വരും. ചുമയെന്ന് പറഞ്ഞാൽ 1-1.5 മണിക്കൂറോളം ഞാൻ നിന്ന് ചുമയ്ക്കും. ആ ചുമച്ചതിന് ശേഷം അത് അത്രയും നേരം ചുമയ്ക്കുകയും ചെയ്യണം, തുപ്പുകയും ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഒരു പൊതുസ്ഥലത്ത് പോയാലും അവിടെ നിന്ന് ചുമയ്ക്കുമ്പം നമ്മൾ 1-2 പ്രാവശ്യം ചുമയ്ക്കുമ്പം ആൾക്കാർ ഓക്കെയാണ്. അതിൽ കൂടുതൽ ചുമയ്ക്കുമ്പോഴത്തേക്കിന് ആൾക്കാർക്ക് ഇറിറ്റേഷൻ ആവും. അതെനിക്ക് പലയിടത്തും പോയിട്ടുള്ളപ്പം ആൾക്കാരുടെ ഒരു ഇറിറ്റേഷൻ മനസ്സിലായിട്ടുണ്ട്. ആൾക്കാർ അവജ്ഞതയോടെ നോക്കുന്നൊരവസ്ഥയുണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്ക് അറിയത്തില്ല, കൊറോണ സമയത്ത് പുറത്തു പോലും ഇറങ്ങാൻ പറ്റിയിട്ടില്ല. ചുമയ്ക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും കോവിഡാണെന്ന്. അങ്ങനെ ഉടമ്പടി 3-ാമത്തെ പ്രാവശ്യം ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്കിനും എനിക്ക് നമ്മുടെ ജോസഫ് അച്ഛനെ കാണാനുള്ള ഭാഗ്യം ലഭിച്ചു. അച്ഛൻ്റെ ബ്ലെസ്സിങ്സും കിട്ടി. അച്ഛൻ സൈത്ത് എൻ്റെ കയ്യിൽ പെരട്ടിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇടത് നെഞ്ചിൻ്റെ താഴെ കുരിശ് വരഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ കവളത്ത് തട്ടിയിട്ട് പറഞ്ഞു, മോള് വന്ന് ഇവിടെ സാക്ഷ്യം പറയണം കേട്ടോ എന്ന്. പക്ഷെ ആ സമയത്ത് എനിക്ക് എന്താ പറയുക, വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. ചുമ്മാ ആയിരിക്കും എന്നും പറഞ്ഞ് ഞാനിവിടുന്ന് അല്പവിശ്വാസത്തോടെയാണ് പോയി പിന്നെ എനിക്ക് തന്നെ മാറ്റങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി. കാര്യം ഞാൻ ഗുളിയെ 31-ാം തീയതി മുതൽ ഞാൻ ഗുളിയെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചതാണ്. ഇന്നേ വരെ ഞാൻ ആ ഗുളിയെ തൊട്ടിട്ടില്ല. പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. പിന്നെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ ഉറക്കമില്ലായ്മയോ അങ്ങനെ ഒന്നും തന്നെ എൻ്റെ ജീവിതത്തിലില്ല. പിന്നെ മാതാവിനോട് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്, ഞാൻ മാതാവിനോട് ചോദിക്കാതെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനവും പുകവലിയും മാറ്റി തന്നത്. അത് ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരമ്മയ്ക്ക് അറിയാം മകളുടെ മനസ്സെന്താണെന്ന്. അതനുസരിച്ച് എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനവും പുകവലിയും മാറ്റി തന്നു. അതിന് ഞാൻ എൻ്റെ മാതാവിന് കോടാനുകോടി നന്ദി പറയുന്നു. രണ്ടാമതായിട്ട് എൻ്റെ അമ്മായിയമ്മയ്ക്ക് കാൽമുട്ട് വേദന ഉണ്ടായിരുന്നു. അപ്പം പുള്ളിക്ക് മുട്ടുകുത്തുവാനോ പള്ളിയിൽ പോയി നടക്കുവാനോ ഇരിക്കുവാനോ എല്ലാം ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ 2ാമത്തെ നിയോഗമായിട്ട് അതായിരുന്നു വെച്ചത്. ഇപ്പോൾ അമ്മയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അമ്മയ്ക്ക് പള്ളിയിലായിരുന്നാലും മുട്ടുകുത്തുവാനും നടക്കുവാനും യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ പൂർണ്ണ സൗഖ്യം നൽകി മാതാവും തിരുക്കുമാരനും അനുഗ്രഹിച്ചു. 3ാമതായിട്ട് ഞങ്ങൾക്ക് കുടുംബ പ്രാർത്ഥനയോ പള്ളിയിൽ പോകോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ജപമാല ചൊല്ലണം, ഒരു കുഞ്ഞു നിമിഷം കിട്ടിയാലും ആ സമയത്ത് ആദ്യം പറയണ ജപമാല ചൊല്ലണം. ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈശോയിലോട്ട് എത്തേണ്ട ഷോർട്ട് കട്ടാണ് മാതാവ്. ഏറ്റവും വലിയൊരു എളുപ്പ വഴിയാണ് മാതാവ്. മാതാവിലൂടെ അല്ലാതെ ഈശോയിലോട്ട് നമുക്ക് എത്തിപ്പെടാൻ കുറച്ച് പാടാം. പക്ഷെ മാതാവിനെ കൂട്ടുപിടിച്ചാൽ ഉറപ്പായിട്ട് നമുക്ക് ഈശോയിലോട്ട് എത്തിച്ചേരാൻ പറ്റും. പിന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ, ഞാൻ നന്നായാലല്ലേ എൻ്റെ കുഞ്ഞുങ്ങൾ നന്നാകത്തുള്ളൂ. ഞാൻ പ്രാർത്ഥിക്കാതിരിക്കണ കണ്ടാണ് എൻ്റെ മക്കൾ വളർന്നിട്ടുള്ളത്. അപ്പോൾ കുഞ്ഞുങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുകയോ ഒന്നും തന്നെയില്ല, പള്ളിയിൽ പോലും പോകത്തില്ല. പക്ഷേ ഇപ്പം എൻ്റെ 5.5 വയസ്സായ മകൻ വരെ അവന് എന്തെങ്കിലും അസുഖം വന്നാൽ അവനോട് ആദ്യം പറയുന്നത്, അമ്മേ ആ തൈലോ ഉപ്പും എണ്ണയും എടുത്ത് തന്നെ
മുമ്പ് നേരത്തെ പറയണേ എന്നെ ഒത്തിരി ആശുപത്രി കൊണ്ടുപോയെന്ന്. ഇപ്പം അവൻ ആദ്യം പറയുന്നത് അവന് തൈലം വേണം, ഉപ്പ് വേണം, തേന് വേണം. അപ്പം മാതാവ് ഞങ്ങൾക്ക് വീട്ടിൽ തന്നിരിക്കുന്ന 3 മരുന്നാണിത്. അപ്പോൾ എന്ത് അസുഖം വന്നാലും ഞങ്ങൾ ആദ്യം മാതാവിനെ കൂട്ടി വിളിക്കും. എന്താവശ്യം വന്നാലും ആദ്യം മാതാവെ കൂട്ടായിരിക്കണമേ, നീ മുന്നേ നിന്ന് പോയാൽ മതി, ഞങ്ങൾ പിറകെ വന്നോളാം. അങ്ങനെ മാതാവിനെ കൂട്ടുപിടിച്ചാണ് ഇത്രയും ഈ 1 വർഷക്കാലം ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ നേരത്തെ ആയിരുന്നെങ്കിൽ ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയോ പള്ളിയിൽ പോക്കോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ എല്ലാ ദിവസവും ജപമാല കുടുംബത്തോടെ ചൊല്ലും. ഞങ്ങൾ മുട്ടുമേൽ നിന്ന് ചൊല്ലുന്നത് കണ്ടിട്ട് കുഞ്ഞുങ്ങളും വന്ന് മുട്ടുമേൽ നിൽക്കാൻ തുടങ്ങി. അപ്പം എൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ള മാറ്റം കണ്ടിട്ട് ഞാനൊരു ദിവസം എൻ്റെ മകനോട് ചോദിച്ചു, എടാ മോനെ, നിനക്ക് ഈശോ തന്നതിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന്. അപ്പോൾ എൻ്റെ മകൻ എന്നോട് പറയുവാണ്, എൻ്റെ അച്ഛനും അമ്മയാണ് എനിക്ക് ഈശോ തന്ന ഏറ്റവും വലിയ അനുഗ്രഹം. അത് ഓരോ മാതാപിതാക്കളും കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ആ 5.5 വയസ്സുകാരൻ അത്രയും ചിന്തിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽ മാതാവ് ഒരുപാട് ഇടപെടലുകൾ നടത്തി. ഞങ്ങൾക്ക് എനിക്ക് എന്തെങ്കിലും കുഞ്ഞ് ആവശ്യമുണ്ടെങ്കിലും ഞാൻ നേരെ പോകും മാതാവിൻ്റെ അടുത്ത്. മാതാവേ, ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, അതെനിക്ക് ചെയ്തു തരണം, അല്ലാന്നുണ്ടെങ്കിൽ നോക്കിക്കോ. ഇങ്ങനെ, അതായത് നമ്മൾ നമ്മുടെ അമ്മമാരുടെ അടുത്ത് സംസാരിക്കത്തില്ലേ, അതേപോലെ എൻ്റെ അമ്മയ്ക്കും ചേച്ചിക്കും ഇതേ അസുഖമായിരുന്നു. അവർ രണ്ടുപേരും മരിച്ചുപോയി. എൻ്റെ അമ്മ മരിക്കുന്ന സമയത്ത് എനിക്ക് 12 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ചേച്ചി 2021 മരിക്കുന്നത്. 34 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ചേച്ചിക്കൊരു മോളുണ്ട്. അപ്പോൾ ആ മോളിപ്പം ഞങ്ങളുടെ മോളായിട്ട് ഞങ്ങളുടെ കൂടെ വളരുന്നുണ്ട്, ഞങ്ങളുടെ മൂത്ത മോളായിട്ട്. ഇപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ മാതാവും തിരുക്കുമാരനും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നൽകി. ഇന്ന് ഈ സാക്ഷ്യം പറയാൻ ഇവിടെ വന്ന അവസരത്തിൽ ഞങ്ങൾക്ക് ചാത്തന്നൂർ വെച്ച് ഞങ്ങളുടെ കാറുമേൽ ഒരു ബൈക്ക് വന്നിടിച്ചു. ഭാഗ്യത്തിന് ആർക്കും ഒരു കുഴപ്പവും ഇല്ലാതെ മാതാവ് രണ്ട് കൂട്ടരെയും സുരക്ഷിതരാക്കി. ഞങ്ങൾക്കും കുഴപ്പമില്ല, പുറകെ നിന്ന് വന്ന് ഇടിച്ച ആൾക്കും കുഴപ്പമില്ല. പിന്നെ കാരുണ്യ പ്രവൃത്തി എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളോട് സഹായം ചോദിക്കുന്നവരടുത്ത് ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ സഹായിക്കും. പിന്നെ ഹോസ്പിറ്റലൊക്കെ പോയി സന്ദർശിക്കും. അവിടെയുള്ളവർക്ക് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യും. പിന്നെ പത്രം വിതരണം, അത് ഞങ്ങൾ കുടുംബത്തോട് ചെയ്യാനാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം. അതായത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഞങ്ങളും കൂടെ ഒരുമിച്ച്, ആദ്യം മക്കൾ ഒരു രീതിക്ക് പോവും, ഞങ്ങളൊരു രീതിക്ക് പോവും, അങ്ങനെ കൊണ്ടാണ്. അപ്പം സാധാരണ ഒരു 10-12 വയസ്സായ പിള്ളേർക്കൊക്കെ നാണക്കേടാണ്. പക്ഷേ എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൾക്കിപ്പം ഒരു നാണക്കേടുമില്ല. ആദ്യമൊക്കെ എനിക്ക് നാണക്കേടായിരുന്നു, അയ്യോ ആൾക്കാരെന്ത് വിചാരിക്കും. പക്ഷേ ഇപ്പം മാതാവിനെക്കുറിച്ച് പറയാനും മാതാവിനെക്കുറിച്ച് അതായത് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരോട് പറയാനും ആ ഒരു തിടുക്കമാണ് എനിക്ക് എന്തൊക്കെ മാതാവ് തന്നിട്ടുണ്ട്. ആരെന്നോട് സംസാരിക്കാൻ വന്നാലും ഞാൻ ചോദിക്കും, കൃപാസനത്തിൽ പോയിട്ടുണ്ടോ, അവിടെ പോകണം, അവിടെ പോയാൽ അത്ഭുതങ്ങൾ നടക്കും എന്നെല്ലാം പറയും. മാതാവിനെക്കുറിച്ച് ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കും. മുമ്പ് വചനം എന്താണെന്ന് അറിയാം, പക്ഷേ പൊരുൾ എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തെങ്കിലും വചനം എനിക്ക് കിട്ടുവാണെങ്കിലും എനിക്കതിൻ്റെ പൊരുൾ മനസ്സിലാക്കി തരും. ഇപ്പം എനിക്ക് എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒരു തീരുമാനം പറ്റാതെ വരുമ്പോൾ ഞാൻ ബൈബിൾ എടുത്തിട്ട് ഞാൻ ഈശോയോട് പറയും, ഈശോയെ എന്നോടൊന്ന് സംസാരിക്കണം, എനിക്കിതിൽ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. കറക്റ്റായിട്ട് എനിക്ക് ആ തീരുമാനം എനിക്കത് ഈശോ എന്നോട് ബൈബിളിൽ സംസാരിക്കും. ഞാൻ പറയും, എനിക്ക് കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളൊന്നും തരല്ലേ, എനിക്ക് എളുപ്പമുള്ള വല്ലതും തന്നാൽ മതി, എന്നാലേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ. കറക്റ്റായിട്ട് ഈശോ എനിക്ക് അതേപോലെ എന്നോട് സംസാരിക്കുന്ന ആ ഒരു ലെവലിൽ തരും. പിന്നെ എന്തെങ്കിലും തീരുമാനം എടുക്കാനായിട്ട് ബുദ്ധിമുട്ടോ വല്ലതും ഉണ്ടെങ്കിൽ അപ്പം കാശ് രൂപം കയ്യിലെടുത്തിട്ട് ഞാൻ പറയും, മാതാവേ നീ മുന്നേ നടന്നോ, ഞാൻ പിന്നെ നടന്നോളാം, എൻ്റെ കാര്യങ്ങളൊക്കെ മാതാവ് ചെയ്തു തന്നാൽ മതി. എൻ്റെ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും സന്തോഷവും കൊണ്ട് നിറച്ചിരിക്കുകയാണ് മാതാവ്. എൻ്റെ ജീവിതത്തിലെ ഈശോയും മാതാവും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു.